ഒരു വീട് സ്വന്തമാക്കുക എന്നത് പലരുടെയും വലിയ സ്വപ്നമാണ്. എന്നാൽ വീട് വാങ്ങാനോ പണിയാനോ വേണ്ടി വരുന്ന വലിയ തുകയാണ് പലർക്കും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ബാങ്ക് ലോൺ എടുക്കുന്നതിനൊപ്പം വർഷങ്ങളായി ജോലി ചെയ്ത് PF അക്കൗണ്ടിൽ സ്വരൂപിച്ചിരിക്കുന്ന പണം ഉപയോഗിച്ച് വീട് വാങ്ങാൻ കഴിയുമോ? വീട് നിർമ്മിക്കാൻ PF പണം പിൻവലിക്കാമോ? ഇനി ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ തിരിച്ചടയ്ക്കാൻ PF ഉപയോഗിക്കാൻ കഴിയുമോ? അതെ, നിലവിലുള്ള EPFO നിയമപ്രകാരം ചില നിബന്ധനകൾ പാലിച്ചാൽ ഇത്തരം ആവശ്യങ്ങൾക്ക് PF-ൽ നിന്ന് നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ആയി തുക പിൻവലിക്കാൻ അവസരമുണ്ട്. എന്നാൽ എല്ലാവർക്കും PF അക്കൗണ്ടിലെ 90% തുകയും പിൻവലിക്കാം എന്ന പ്രചാരണം ശരിയല്ല. വീട് വാങ്ങൽ, വീടിന്റെ നിർമ്മാണം, ഭൂമി വാങ്ങൽ, ഹോം ലോൺ തിരിച്ചടവ് എന്നിവയ്ക്ക് വ്യത്യസ്ത വ്യവസ്ഥകളാണ് നിലവിലുള്ളത്. നിലവിൽ EPFOയുടെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം അംഗങ്ങൾക്ക് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് എടുക്കാൻ സാധിക്കും. അതായത് ഈ തുക സാധാരണ PF അഡ്വാൻസ് ആയി പിൻവലിച്ചാൽ പിന്നീട് വീണ്ടും PF അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കേണ്ടതില്ല എന്ന് ചുരുക്കം. ഇത്തരം ആവശ്യങ്ങളിൽ വീടുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങൽ, വീട് നിർമ്മിക്കൽ, ചില സാഹചര്യങ്ങളിൽ ഭൂമി വാങ്ങൽ, കൂടാതെ യോഗ്യമായ ഹൗസിംഗ് ലോൺ തിരിച്ചടവ് എന്നിവയാണ് പ്രധാനപ്പെട്ടവ. സാധാരണയായി EPF സ്കീമിലെ പാര 68B പ്രകാരം വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങുന്നതിനും വീടിന്റെ നിർമ്മാണത്തിനും ചില സാഹചര്യങ്ങളിൽ ഭൂമി വാങ്ങുന്നതിനും PF അഡ്വാൻസ് അനുവദിക്കുന്നുണ്ട്. ഇതിനായി സാധാരണയായി 5 വർഷത്തെ PF അംഗത്വം ആവശ്യമാണ്. അനുവദിക്കാവുന്ന തുക ആവശ്യത്തിനനുസരിച്ച് 24 മാസത്തെ ബേസിക് വേജസ് പ്ലസ് DA അല്ലെങ്കിൽ PF അക്കൗണ്ടിലെ ജീവനക്കാരന്റെയും തൊഴിലുടമയുടെയും വിഹിതം പലിശ സഹിതം അല്ലെങ്കിൽ വസ്തുവിന്റെ ആകെ ചെലവ്, ഇതിൽ ഏതാണ് കുറവ് അത്രയും തുകയായിരിക്കും. അതായത് നിങ്ങളുടെ PF അക്കൗണ്ടിൽ വലിയൊരു തുകയുണ്ടെന്ന് കരുതി അതിന്റെ 90% മുഴുവൻ പിൻവലിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് അപേക്ഷിക്കുന്നത്, എന്തിനാണ് പണം പിൻവലിക്കുന്നത്, എത്രയാണ് നിങ്ങളുടെ ബേസിക് വേജസ് പ്ലസ് DA, PF ബാലൻസ്, വസ്തുവിന്റെ വില എത്രയാണ്, ഇതെല്ലാം പരിഗണിച്ചായിരിക്കും അനുവദിക്കാവുന്ന തുക നിശ്ചയിക്കുക. ഇനി ഹോം ലോൺ തിരിച്ചടയ്ക്കാൻ PF ഉപയോഗിക്കാമോ? ഇതും PF അംഗങ്ങൾക്ക് പ്രധാനപ്പെട്ട സംശയമാണ്. അതെ, നിലവിലെ നിയമപ്രകാരം ചില നിബന്ധനകളോട് ഹോം ലോൺ തിരിച്ചടയ്ക്കുന്നതിനും PF അഡ്വാൻസ് ലഭിക്കും. ഇതിനായി സാധാരണയായി 10 വർഷത്തെ PF അംഗത്വം ആവശ്യമാണ്. എന്നാൽ ലോൺ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് എടുത്തു എന്നത് മാത്രം മതിയാകില്ല. EPFO നിയമത്തിൽ പറയുന്ന നോട്ടിഫൈഡ് ഏജൻസിയിൽ നിന്നെടുത്ത ഹൗസിംഗ് ലോൺ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇവിടെ അനുവദിക്കാവുന്ന തുക 36 മാസത്തെ ബേസിക് വേജസ് പ്ലസ് DA അല്ലെങ്കിൽ PF അക്കൗണ്ടിലെ ജീവനക്കാരന്റെയും തൊഴിലുടമയുടെയും വിഹിതം പലിശ സഹിതം അല്ലെങ്കിൽ ബാക്കിയുള്ള ലോൺ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്, ഇതിൽ ഏതാണ് കുറവ് അത്രയും തുകയായിരിക്കും. അതിനാൽ ഒരാൾക്ക് PF അക്കൗണ്ടിൽ വലിയൊരു തുകയുണ്ടെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ഹൗസിംഗ് ലോൺ തുക അതിനേക്കാൾ കുറവാണെങ്കിൽ അനുവദിക്കുന്ന തുക ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കവിയില്ല. ഇവിടെയും 90% എന്നൊരു പൊതുവായ നിയമമില്ല. ഇനി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 90% PF വിഡ്രോവൽ എവിടെയാണ് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. 90% PF അക്യുമുലേഷൻ വരെ പിൻവലിക്കാനുള്ള പ്രത്യേക വ്യവസ്ഥ നിലവിലുണ്ട്. പക്ഷെ ഇത് എല്ലാ PF അംഗങ്ങൾക്കും വീട് വാങ്ങാൻ ബാധകമായ പൊതുവായ നിയമമല്ല. EPFOയുടെ ഔദ്യോഗിക FAQ പ്രകാരം രജിസ്ട്രേഡ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് ചില പ്രത്യേക ഹൗസിംഗ് ആവശ്യങ്ങൾക്ക് പാര 68BD പ്രകാരം ചില സൗകര്യങ്ങൾ ലഭിക്കാം. ഇതിനായി കുറഞ്ഞത് 3 വർഷത്തെ PF അംഗത്വം ഉൾപ്പെടെയുള്ള നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. കൂടാതെ ജീവനക്കാരന്റെ PF ഷെയറിൽ നിശ്ചിത മിനിമം ബാലൻസ് ഉൾപ്പെടെയുള്ള മറ്റ് വ്യവസ്ഥകളും ബാധകമാണ്. ഇനി ഭൂമി വാങ്ങാൻ PF തുക ഉപയോഗിക്കാമോ എന്ന് നോക്കാം. വീട് നിർമ്മിക്കുന്നതിനായി ആവശ്യമായ ഭൂമി വാങ്ങുന്നതിനും ചില നിബന്ധനകൾക്ക് വിധേയമായി PF അഡ്വാൻസ് ലഭിക്കും. നിലവിലെ ഫോം 31 ഗൈഡ് ലൈൻസ് പ്രകാരം സൈറ്റ് വാങ്ങുന്നതിനായി സാധാരണ 5 വർഷത്തെ PF മെമ്പർഷിപ്പ് ആവശ്യമാണ്. അനുവദിക്കാവുന്ന തുക 24 മാസത്തെ ബേസിക് വേജസ് പ്ലസ് DA അല്ലെങ്കിൽ PF ബാലൻസ് അല്ലെങ്കിൽ ഭൂമിയുടെ ആകെ ചിലവ്, ഇതിൽ ഏതാണ് കുറവ് അത്രയുമായിരിക്കും. എന്നാൽ എല്ലാ ഭൂമി വാങ്ങലിനും സ്വമേധയാ PF അഡ്വാൻസ് ലഭിക്കുമെന്ന് കരുതരുത്. EPFOയുടെ ഹൗസിംഗ് വിഡ്രോവൽ വ്യവസ്ഥകൾക്ക് അനുസരിച്ചായിരിക്കണം അപേക്ഷ. ചില സാഹചര്യങ്ങളിൽ വീടിന്റെ അഡീഷൻ, ഓൾട്രേഷൻ, ഇംപ്രൂവ്മെന്റ്, റീപെയർ എന്നിവയ്ക്കും PF അഡ്വാൻസ് ലഭിക്കാറുണ്ട്. എന്നാൽ ഇതിനും പ്രത്യേക സർവീസ് പീരീഡ് ഉണ്ട്. മുൻപ് വിഡ്രോവൽ എടുത്തിട്ടുണ്ടോ എന്നത്, വീട് ആരുടെ ഉടമസ്ഥതയിലാണ് തുടങ്ങിയ വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. ഉദാഹരണത്തിന് വീട് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ചില തരത്തിലുള്ള അഡീഷൻ അല്ലെങ്കിൽ ഓൾട്രേഷൻ 5 വർഷം കഴിഞ്ഞാൽ ഒരു വിഭാഗം അഡ്വാൻസ് ലഭിക്കാം. PF നിങ്ങളുടെ വിരമിക്കൽ കാലത്തെ സാമ്പത്തിക സുരക്ഷയ്ക്കായി രൂപീകരിച്ചിട്ടുള്ള സമ്പാദ്യമാണ്. അതിനാൽ നിയമപരമായി PF അഡ്വാൻസ് എടുക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് അത് നിർബന്ധമായും എടുക്കണമെന്നില്ല.
അതുകൊണ്ട് PF പണം ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി, ഹോം ലോൺ, പലിശ, EMI, ഭാവിയിലെ റിട്ടയർമെന്റ് ആവശ്യങ്ങൾ എന്നിവ കൂടി പരിഗണിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ PF ഉപയോഗിക്കുമ്പോൾ നിയമപരമായ യോഗ്യതയ്ക്കൊപ്പം നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക സുരക്ഷയും കണക്കിലെടുത്ത് തീരുമാനമെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.